വിദ്വാനാണ്. ഈ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ കേട്ടോ. ഞാൻ നേരത്തെ പഠിച്ച് ജോലിക്ക് പോയിട്ട് ഇവിടെ അധ്യാപകരോടൊപ്പം വീണ്ടും ജോലി ചെയ്യാനും കൂടി സ്പോർട്സിൽ ആധുനിക തൽപരനായിട്ടുള്ള സ്പോർട്സിൽ മിടുക്കനായിട്ടുള്ള ആൾ. മൂന്ന് പേരും ചേർന്ന് പപ്പയുടെ അനുഗ്രഹങ്ങൾ മേടിക്കുക. ഒരു പാട്ടിട്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇവിടെ വന്ന് പപ്പയോടൊപ്പം സഹകരിച്ച് ഡാൻസ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി പപ്പയ്ക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് എന്റെ കൈ പിടിച്ച് പറയുകയാണ്, ഡാൻസ് ഒക്കെ നിർത്തി എന്നെ ഒന്ന് വേഗം വിടണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാന് പിന്നെ പപ്പയ്ക്ക് ഡാൻസ് കളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് എല്ലാവരെയും ഒരുപോലെ ആശീർവദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വിട വാങ്ങാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ലെന്നാണ് പപ്പ പറയുന്നത്. നമ്മുടെ സ്കൂളിന്റെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ പുതിയ ഒരു മിടുക്കി കുട്ടിയുണ്ട്. ആ മക്കളെ മറക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആ നിഷക്കുട്ടിയുടെ കൂടെയിരിക്കുന്ന കുറച്ച് കൂട്ടാളികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അതുപോലെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും, അതായത് എപ്പോഴും അവരെ ഞാൻ സ്റ്റേജിലേക്ക് അവരെ എല്ലാവരെയും വിളിക്കുകയാണ്. ഡാൻസ് ഒന്നും കളിക്കണ്ട, എല്ലാവരും സ്റ്റേജിൽ വന്ന് അവർക്ക് പപ്പ തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും വന്ന് പപ്പയോട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക. അതായത് എപ്പോഴും ശാന്തമായിട്ടിരുന്നുകൊണ്ട് എല്ലാവർക്കും എങ്ങനെ ആ വഴിയിലൂടെ യാത്ര ചെയ്യണം, എങ്ങനെ നല്ല വഴിയിലൂടെ യാത്ര ചെയ്യണം, എങ്ങനെ വിജയത്തിന്റെ പാതയിലേക്ക് നമുക്ക് എത്താം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആ കൂട്ടായ്മയുടെ പാർഷ്വാലിറ്റികളൊന്നുമില്ലാതെ എപ്പോഴും എല്ലാവരോടും മൊത്തം സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും മുൻനിരയിലേക്ക് എത്തിക്കുവാൻ എപ്പോഴും വിജയത്തിന്റെ പാത മാത്രം നമുക്കുണ്ടാവട്ടെ എന്ന് എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട്